നാരായണ. നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരം അന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം.
ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 8ാമത്തെ ദിവസമാണ്, 8ാമത്തെ ക്ലാസ്സാണ്. മഹാഭാരതമാണ് നമ്മളിപ്പോൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇന്നേക്ക് 4ാം ദിവസം മഹാഭാരതത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം മഹാഭാരതം ഒരു സാഗരം, അതിലുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് വലിയൊരു സംഭവമാണ്, യജ്ഞമാണ്. അത് നമുക്ക് ഇനിയൊരു സന്ദർഭം ഈശ്വരൻ നൽകിയാൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സപര്യയായിരിക്കും അത്. നാരായണ നാരായണ. നാരായണ. എല്ലാവരും എത്തിച്ചേർന്നു എന്ന് വിചാരിക്കണം. എല്ലാവരും യഥാസ്ഥാനത്ത് സ്വസ്ഥരായി സീറ്റഡായി എന്ന് കരുതുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിത്രാംഗതനും വിചിത്രവീര്യനും അകാല മൃത്യു സംഭവിച്ചതും ഭീഷ്മർ തൻ്റെ പൗരുഷം കൊണ്ട് കൊണ്ടുവന്നവരായ കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബാലിക എന്ന രാജ്ഞിമാർ വിധവകളായി തീർന്നതുമായിട്ടുള്ള ആ ഭാഗം വരെയാണ് പറഞ്ഞു തീർന്നത്. അപ്പോൾ ഇവിടെ പൗരുഷവും വിധിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നതാണ് നമുക്ക് മഹാഭാരതത്തിൽ ഉടനീളം കാണുക. ഭീഷ്മരുടെ കരുത്തും പൗരുഷവും ഒരു വശത്ത്, ഭീഷ്മരെ വെല്ലുവിളിച്ചുകൊണ്ട് വിധി മറ്റൊരു ഭാഗത്ത്. വിധി എന്നാൽ ഈശ്വര ലീലയാണ്. അപ്പോൾ ഈശ്വരനോടാണ് ആരുടെ കളി? ഭീഷ്മരുടെ കളി എന്ന് നമ്മൾ തിരിച്ചറിയണം. തൻ്റെ പൗരുഷം കൊണ്ട് ഈശ്വര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈശ്വരനെ വെല്ലുവിളിക്കുന്ന ഒരു മഹാശക്തന്റെ കഥയാണ് വാസ്തവത്തിൽ മഹാഭാരതം. മഹാഭാരതം വികസിക്കുന്നത് ഭീഷ്മരുടെ കഥയോട് കൂടിയിട്ടാണ്. മഹാഭാരതം തുടരുന്നത് ഭീഷ്മരുടെ കഥയിലൂടെയാണ്. മഹാഭാരതം അവസാനിക്കുന്നതും ഭീഷ്മരുടെ അവസാനത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ മഹാഭാരതം ആരുടെ കഥയാണ്? ചിന്തിച്ചാൽ മഹാഭാരതം ആരുടെ കഥയാണ്? മഹാഭാരതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള മുഖ്യ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു വശത്ത് ഭീഷ്മർ നിറഞ്ഞു നിൽപ്പുണ്ട്.
അപ്പോൾ ഭീഷ്മരുടെ കഥയാണ് മഹാഭാരതം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും സമ്മതമായി കൊള്ളുന്നില്ല, അങ്ങനെയല്ല പറയേണ്ടതും. എങ്കിലും ഞാൻ എൻ്റെ ഒരു അവതരണം, എൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയുകയാണ്. ഭീഷ്മ വേഴ്സസ് ധർമ്മ, ഇതാണ് മഹാഭാരതം എന്ന് ഞാൻ എൻ്റെ ഒരു വാദം പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഭീഷ്മ വേഴ്സസ് ധർമ്മ, ആര് ജയിക്കുന്നു? യതോ ധർമ്മ തതോ ജയഃ. യതോ ധർമ്മ തതോ ജയഃ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം. അപ്പോൾ ഭീഷ്മർ പരാജയപ്പെട്ടത് മുഴുവൻ എന്തുകൊണ്ട്? ഭീഷ്മരുടെ ഉദ്യമങ്ങളെല്ലാം പരാജയമായിരുന്നു. ഭീഷ്മരുടെ പൗരുഷം കൊണ്ട് അദ്ദേഹം ചെയ്തതെല്ലാം പരാജയമായിരുന്നു. ചിന്തിക്കുക. വളരെ സൂക്ഷ്മമായിട്ടാണ് വ്യാസൻ പറയാതെ പറഞ്ഞത് ഇതെല്ലാം. നമ്മളെ സൂക്ഷിച്ച് വായിക്കാൻ വിട്ടിട്ട് അദ്ദേഹം നമ്മളെ കുറെ കൺഫ്യൂസ് ചെയ്യാൻ കുറെ കഥയങ്ങൾ പരത്തിയിട്ട് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിക്കൂ ഈ കഥയിൽ നിന്ന് എന്താണ് അതിൻ്റെ സാരമായിട്ട് എടുക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് പരോക്ഷമായി കാര്യങ്ങൾ പറയുകയാണ് ഈ വ്യാസൻ ചെയ്തിരിക്കുന്നത്. കവികളുടെ ഭാഷ പരോക്ഷമാണ് പലപ്പോഴും. പല കവിതകളും നേരെ പറയാറില്ല, സിംബോളിക്കായിട്ടാണ് കവികൾ പലതും അവതരിപ്പിക്കുക, വ്യംഗ്യമായിട്ടാണ് കവികൾ അവതരിപ്പിക്കുക. അത് നമ്മുടെ ബുദ്ധിക്ക് വിട്ടുതരികയാണ് ചിന്തിക്കാൻ. അപ്പോൾ അതുപോലെ നമ്മൾ നല്ലോണം ചകഞ്ഞു നോക്കുമ്പോൾ ഒരു വശത്ത് ഭീഷ്മരും ഒരു വശത്ത് ധർമ്മവും, അതാണ് നമുക്ക് കാണാൻ കഴിയുക. ആ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതും. ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതും. അപ്പോൾ ഭീഷ്മരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലാവുമോ മത്സരം? അല്ലെങ്കിൽ ഭീഷ്മ വേഴ്സസ് കൃഷ്ണ എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഭഗവാൻ കൃഷ്ണൻ മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കാനുമാവില്ല. അദ്ദേഹം പുറകിലാണ് കളിക്കുന്നത്. അദ്ദേഹം മറഞ്ഞു നിന്നുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുകയാണ്. നേരിട്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുന്നിൽ നിൽക്കുന്നില്ല. പക്ഷെ പുറകിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നുണ്ട്. ഒരു കിങ് മേക്കറുടെ റോളിലാണ് ഭഗവാൻ കളിക്കുന്നത്. ആ കിങ് മേക്കർ എന്ന് പറഞ്ഞാൽ ധാർമ്മികനായ ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ പരിശ്രമം. ധാർമ്മികനായ യുധിഷ്ഠിരനെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഭഗവാന്റെ ഉത്തരവാദിത്വം കഴിയുന്നത്. അപ്പൊ യുധിഷ്ഠിരനെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് വരെ ആണ് ഭഗവാന്റെ റോളും. ഇത് നമ്മൾ മൊത്തത്തിലൊരു ത്രെഡായിട്ട് നമ്മൾ മഹാഭാരതത്തിൻ്റെ ഒരു ത്രെഡായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ മഹാഭാരതം നമ്മൾ വായിച്ചാൽ നമുക്ക് രസിക്കാം. അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ രസിക്കാം. ശരി, നമുക്ക് കഥ തുടരാം. വിചിത്രവീര്യൻ മരിച്ചതോടുകൂടി വിധവകളായി തീർന്ന അംബിക, അംബാലിക, രണ്ട്
രാജ്ഞിമാര് ഇനിയിപ്പോൾ ഈ വംശത്തിൽ ഇവിടെ നിന്നുള്ള അവകാശികൾ രാജപരമ്പരയിലുള്ളതായിട്ടുള്ള ഈ രക്തത്തിൽ നിന്നുള്ളതായിട്ടുള്ള അവകാശികൾ ഇല്ലാതെയാവുകയാണ്. അപ്പോൾ അതിലേക്ക് സന്തതികളെ ഉണ്ടാക്കുക എന്നതൊരു രാജവംശത്തിൽ ഒരു ധർമ്മമാണ്. വാസ്തവത്തിൽ ഭരതൻ കാണിച്ചു തന്നു, വേണമെങ്കിൽ അന്ന് സമൂഹത്തിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്താം. പക്ഷെ അവിടെ ജനങ്ങൾക്ക് സമ്മതമായിക്കൊള്ളണമെന്ന് ഇല്ല. ജനങ്ങളുടെ ഒരു മനഃശാസ്ത്രം നമുക്കറിയാം ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ ഭാരതം എത്രയോ കാലം നെഹ്റുവിയൻ കുടുംബത്തിൻ്റെ ഒരു മാനസികമായ അടിമത്തത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ നെഹ്റുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഗാന്ധി എന്ന വ്യാജപ്പേരിൽ അറിയപ്പെടുന്ന ആ കുടുംബത്തോട് എത്രയോ പേർക്ക് മാനസികമായിട്ടുള്ള അടിമത്വമില്ലേ? ജനാധിപത്യമായിട്ട് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം നോക്കൂ. ഒരു സന്തതി പരമ്പരയോട് നമുക്കൊരു വിധേയത്വം. അവർ ക്വാളിഫൈഡ് ആണോ, ഏബിളാണോ, നല്ലവരാണോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവരോടൊരു വിധേയത്വം, ഒരു അടിമത്വം അറിയാതെ വന്നു പോകുന്നു. ഇത് മനുഷ്യ മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് സന്തതി പരമ്പരകളിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ യുവരാജാവാക്കി ജനങ്ങൾക്ക് സമ്മതന്മാരാക്കി തീർത്ത് ആ അധികാര ശ്രേണി, ആ ഒരു പരമ്പര കണ്ടിന്യൂവിറ്റി തുടർന്നുകൊണ്ടിരിക്കുന്ന, ആ സന്തതി പരമ്പരകളെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലേതെങ്കിലും ആളുകൾ, അയോഗ്യരായിട്ടുള്ള ആളുകൾ വന്നാൽ അവരെ നീക്കി പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പുറത്തുനിന്നുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതിനുള്ള ഒരു റിസ്ക് എടുക്കുന്നത് വളരെ റെയറാണ്. നമ്മുടെ ഭരതൻ എടുത്ത് കാണിച്ചു. ഭരതന്റെ കഥയിൽ അതാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞത്, ഭരതൻ 9 മക്കളുണ്ടായിട്ടും ആ 9 മക്കളെ തൻ്റെ അനന്തരാവകാശികളാണെന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല. ഇവരെൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞ ഭരതനെ നമ്മൾ കണ്ടു. ആ 9 പേരെയും കൊന്നുകളഞ്ഞു രാജ്ഞിമാർ. പിന്നീട് ഒരു ഹോമം ചെയ്ത്, ഒരു യാഗം ചെയ്ത് ആ യാഗത്തിൽ നിന്ന് ജനിപ്പിച്ച പുത്രനെയാണ് ഈ സിംഹാസനത്തിൻ്റെ അവകാശിയാക്കി പിന്തുടർച്ച ചെയ്തത്. അപ്പൊ ഇങ്ങനെയുണ്ട്. ദത്തെടുക്കാം. മറ്റു കുടുംബങ്ങളിൽ നിന്ന്, ബന്ധു കുടുംബങ്ങളിൽ നിന്നൊക്കെ ദത്തെടുക്കാം. തിരുവിതാംകൂർ രാജകുടുംബത്തില് അങ്ങനെ ഉണ്ടായില്ലേ? അവിടുത്തെ സന്തതി പരമ്പരകൾ ഇല്ലാതായപ്പോൾ അവർ മറ്റു പല കുടുംബങ്ങളിൽ നിന്നും, മറ്റ് രാജകുടുംബങ്ങളിൽ നിന്നും, മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നോ കായംകുളം കൊട്ടാരത്തിൽ നിന്നോ, ഇതൊക്കെ കൊട്ടാരങ്ങളിൽ നിന്നാണ് അവര് സന്തതി പരമ്പരകളെ ദത്തെടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ദത്തെടുത്ത് യോഗ്യരായിട്ടുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന് രാജകുമാരന്മാരാക്കി അഥവാ യുവരാജാക്കന്മാരായി അഭിഷേകം ചെയ്ത് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാം. അങ്ങനെ പോംവഴികളൊക്കെ ഉണ്ട്. ഇനി അതിന് ഭീഷ്മർ അംഗീകാരം കൊടുത്താൽ ലോകത്തിൽ ആരും ഒന്നും മിണ്ടില്ല. കാരണം ശക്തനായിട്ടുള്ള ഒരാള് കാവൽ നിൽപ്പുണ്ട് അവിടെ. ഇപ്പൊ ഭീഷ്മർ പറയണത്, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ വെച്ച് ഇന്ന ആള് സിംഹാസനത്തിലിരിക്കാൻ യോഗ്യനാണ്, അയാൾ ഇരിക്കട്ടെ എന്ന് ഇദ്ദേഹം നോമിനേറ്റ് ചെയ്താൽ ഒരാളും എതിർക്കില്ല. ആ ഒരു ശക്തിയും സ്ഥാനവും ബഹുമാനവും ഉള്ള ആളാണ് ജനങ്ങളുടെ ഇടയിൽ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹം പറഞ്ഞാൽ ആരും നിഷേധിക്കില്ല. അദ്ദേഹം കാവൽ നിന്നാൽ മതി കുറച്ചു കാലത്തേക്ക്. ഇയാളെ ഫിറ്റാക്കിയിട്ട് ഇയാളുടെ കയ്യിൽ ഭാരം ഏൽപ്പിച്ചിട്ട് ഭീഷ്മർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിയും പോകാം. യോഗ്യനായിട്ടുള്ള ഒരാള് സിംഹാസനത്തിൽ വന്നു, അയാൾ ഭരണം നന്നായി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വാനപ്രസ്ഥനായി സന്യാസിയായി അദ്ദേഹത്തിന് പോകാം. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. അതൊക്കെയാണ് അദ്ദേഹം ചെയ്യാവുന്ന
അഭികാമ്യമായ രാജധർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, രാജധർമ്മം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാവുന്നതായിരുന്നു. അതൊന്നും ചെയ്തില്ല. അദ്ദേഹം ആ സിംഹാസനത്തിൻ്റെ അധിപതിയായി അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടാണെങ്കിലും, നമ്മുടെ ഇന്നും അടുത്ത കാലത്ത് നമ്മൾ ഭാരതത്തിൽ അങ്ങനെ ഒരു ഭരണം കണ്ടുല്ലോ അല്ലേ? മൻമോഹൻ സിംഗ് എന്ന ഒരു ഡമ്മിയെ, ഒരു ബൊമ്മയെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് സോണിയ എന്ന ഒരു ഹൈക്കമാൻഡ് ഭരിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ പഴയ ഭീഷ്മരുടെ പിന്തുടർച്ചയാണിതൊക്കെ. അപ്പോൾ നടന്നത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ആര്? സോണിയാഗാന്ധി. പക്ഷേ വാസ്തവത്തിൽ ഭരിച്ചതാരാ? ചീത്തപ്പേര് മുഴുവൻ ആർക്കാ കിട്ടിയത്? ചീത്തപ്പേര് മുഴുവൻ മൻമോഹൻ സിംഗിന്. ഭരിച്ചത് മുഴുവൻ ആരാ? കാര്യം നടത്തിയത് മുഴുവൻ ആരാ? ആരുടെ കീശയാ നിറച്ചത്? ആരുടെ ആവശ്യങ്ങളാ നടന്നത്? ആരാ പ്രിവിലേജസ് ഒക്കെ അനുഭവിച്ചത്? നമ്മൾ കണ്ടു. പല വേദികളിലും സോണിയാഗാന്ധി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന മൻമോഹൻ സിംഗ് എന്ന വൃദ്ധൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവരുടെ കാല് പിടിക്കുന്നതും, തന്നേക്കാൾ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും എല്ലാം കൊണ്ടും താഴെയായിരുന്ന ആ അമ്മയുടെ കാല് പിടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോഴും പല വീഡിയോകളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ കാല് പിടിക്കുന്ന മൻമോഹൻ സിംഗ് വെറും ഡമ്മി, ബൊമ്മ, മൗനി ബാബ എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് എല്ലാം നടപ്പിൽ വരുത്തി. ആരുടെ അജണ്ടകൾ? ശരിയല്ലേ? ഇത് തന്നെയാണ് അന്നും നടന്നത്. രണ്ടും തുലനം ചെയ്യാവുന്നതാണ്. ഭീഷ്മൻ സിംഹാസനം ഒഴിഞ്ഞു എന്ന് പേരേ ഉള്ളൂ, ഭരിച്ചത് മുഴുവൻ ഭീഷ്മർ തന്നെയായിരുന്നു. ഭീഷ്മർക്ക് അവിടെ വിട്ടുപോകാൻ മനസ്സില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തതിനെ പൂർണ്ണമായിട്ട് പാലിച്ചുവോ? അത് പാലിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം വാനപ്രസ്ഥനോ സന്യാസിയോ ആയിട്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം അദ്ദേഹം തുടരാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് എന്ത് വീണത്? നിഴൽ വീണത്. ഭീഷ്മപിതാമഹന്റെ മഹത്വത്തെ അദ്ദേഹം തന്നെ കളഞ്ഞു കുളിച്ചു. അദ്ദേഹം വലിയൊരു അവാർഡ് വാങ്ങിച്ചു അല്ലേ? അതാണ് പുഷ്പവൃഷ്ടി, ദേവന്മാരുടെ പുഷ്പവൃഷ്ടി എന്ന അവാർഡ് വാങ്ങിച്ചിട്ട് പിന്നെ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തികളല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ അവാർഡ് കൈമോശം വന്നു പോകുന്ന, തിരിച്ചു മേടിക്കേണ്ട ഒരവസ്ഥ അല്ലേ? ഇനിയിപ്പോൾ ഒരാൾക്ക്, നമ്മളൊരു വലിയ മഹാനായിട്ടുള്ള ഒരാൾക്ക് ഭാരതരത്ന അല്ലെങ്കിൽ പത്മവിഭൂഷൺ അതുപോലെയുള്ള അവാർഡൊക്കെ കൊടുത്തിട്ട് അയാൾ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ എന്ത് ചെയ്യും? ഒരു പത്മവിഭൂഷണോ അല്ലെങ്കിൽ ഭാരതരത്നം പോലെയുള്ള മഹത്തായ അവാർഡ് കൊടുത്തിട്ട് അയാൾ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ എന്താ ചെയ്യുക? എന്തായിരിക്കും അയാളുടെ അവാർഡിന് സംഭവിക്കുക? അത് തിരിച്ചു മേടിക്കണം. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രൊസീജിയർ. അയാൾ അധർമ്മം പ്രവർത്തിച്ചാൽ ഈ കൊടുത്ത അവാർഡ് തിരിച്ചെടുക്കണം. അവാർഡ് വാപ്പസി അത് അയാൾ കൊടുത്തില്ലെങ്കിലും അധികാരികൾ അത് തിരിച്ചെടുക്കണം. അങ്ങനെ നിയമം ഉണ്ടായിരിക്കും. തിരിച്ചേൽപ്പിക്കേണ്ടി വരും. വലിയ വലിയ അവാർഡുകളൊക്കെ, രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠങ്ങളായ അവാർഡുകൾ വാങ്ങിച്ച് രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അയാളിൽ നിന്ന് അത് തിരിച്ചെടുക്കേണ്ടി വരും. അപ്പം അതുപോലെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഭീഷ്മരെ കടന്നു പോകുന്നത്, കാണുന്നത്. നിങ്ങളും ചിന്തിക്കുക. ഞാൻ കാലങ്ങളോളം ചിന്തിച്ച് എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കിതിന് മഹാത്മാക്കളായ ആചാര്യന്മാരുടെ സപ്പോർട്ടും ഉണ്ട്. അവരൊന്നും ചിലപ്പോൾ എന്നെ പോലെ കടുത്ത ഭാഷ പ്രയോഗിക്കില്ലായിരിക്കാം.
പല മഹാത്മാക്കളും സമൂഹത്തിൽ ഭീഷ്മരോടുള്ള ആ ഒരു ആദരവിനെ, ബഹുമാനത്തെ കണ്ടിട്ട് അതിന് ഒരു ബുദ്ധിഭ്രമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പലരും രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. വളരെ വ്യംഗ്യമായോ പരോക്ഷമായോ അവർ പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ചിലർ രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും നിങ്ങളെ ആ വഴിക്ക് ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാവാം, ഞാൻ ചിന്തിപ്പിക്കുന്നു എന്ന് മാത്രം, തുറന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ അടുത്ത പോംവഴിയാണ് സത്യവതിയുടെ നിർബന്ധപ്രകാരം ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ വിധവമാരിൽ സന്തതികളെ ജനിപ്പിക്കാൻ പോകുന്നത്. അതിന് ആ സത്യവതി ഭീഷ്മരോടാവുന്നത് പറഞ്ഞു. ഇത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങയുടെ സഹോദരന്മാർ മരിച്ചു, അങ്ങയുടെ രക്തത്തിൽ നിന്ന് ഇവിടെ കുട്ടികളുണ്ടായാൽ അത് സമൂഹത്തിന് വലിയ അനുഗ്രഹമായിരിക്കും, ലോകത്തിന് വലിയ അനുഗ്രഹമായിരിക്കും. ഈ രാജ്യത്തിന്, ഈ സിംഹാസനത്തിന് ഉത്തമന്മാരായിട്ടുള്ള അനന്തരാവകാശികളെ കിട്ടും. ഇത് ധർമ്മമാണ്. അങ്ങയുടെ പ്രതിജ്ഞയ്ക്ക് യാതൊരു ലംഘനവുമില്ല. അങ്ങ് വിവാഹമൊന്നും കഴിക്കണ്ട, അങ്ങ് ബീജം നൽകിയാൽ മതി. ഇന്നുമില്ലേ ഈ എന്താ പറയുക, കുട്ടികളുണ്ടാകാത്ത അവർക്ക് ബീജദാനം ചെയ്യുന്ന പദ്ധതികൾ അല്ലേ, ഫെർട്ടിലിറ്റി സെന്റേഴ്സ്, സറോഗേറ്റ് മദർ എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ നമ്മൾ കാണാറില്ലേ പലയിടത്തും. ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അത് സറോഗേറ്റ് മദർ എന്ന് പറയുന്നത്. പ്രസവിച്ച് കയ്യിൽ കൊടുക്കുക, കുട്ടികളെ വളർത്തുന്നത് അവരായിരിക്കും, ഉടമസ്ഥന്മാരായിരിക്കും. ഇവർ വാടകയ്ക്ക്, ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക. അതുപോലെ ബീജം ദാനം ചെയ്യുക. അത് പണ്ടേ അംഗീകരിച്ചിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം. സന്തതികൾ ഇല്ലാത്തവർക്ക് യോഗ്യന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് സന്തതികൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഈ ഉത്തമനായിട്ടുള്ള ക്ഷത്രിയനായ, വീരനായ, ശക്തനായ ഭീഷ്മരുടെ ബീജത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വംശത്തിൽ നല്ല യോഗ്യന്മാരുണ്ടായേനെ. അതാണ് സത്യവതിയുടെ ആഗ്രഹം. സത്യവതി അതാവുന്നത് പറഞ്ഞു നോക്കി. പക്ഷേ നമ്മുടെ ഭീഷ്മര് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്രതം, സ്വന്തം നിശ്ചയം, അത് മാറ്റാൻ തയ്യാറായില്ല. സ്വന്തം വാക്ക്, പ്രതിജ്ഞ, അതിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട് സനാതനധർമ്മത്തിലെ മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ മുതലായ ആ ഒരു ധർമ്മങ്ങളെല്ലാം ലംഘിച്ചുവോ? ചിന്തിക്കുക. അമ്മയുടെ വാക്കുകൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ മാതൃദേവോഭവ എന്ന അല്ലേ, സത്യവതി എന്നത് അമ്മയാണെങ്കിൽ, അമ്മയായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ വാക്കുകളെ ലംഘിച്ചു എങ്കിൽ മാതൃദേവോഭവ എന്ന ധർമ്മം ലംഘിച്ചുവോ? പരശുരാമനെ നിന്ദിച്ചപ്പോൾ ആചാര്യദേവോഭവ എന്ന ധർമ്മം ലംഘിച്ചുവോ? ചിന്തിക്കുക. ചിന്തിക്കുക അല്ലേ? പരശുരാമനെ ധിക്കരിച്ചതോടുകൂടി ആചാര്യദേവോഭവ എന്ന മഹത്തായ വേദവചനത്തെ അദ്ദേഹം ലംഘിച്ചുവോ? സത്യവതിയുടെ വാക്കുകളെ ലംഘിച്ചതോടുകൂടി മാതൃദേവോഭവ എന്ന വാക്കുകളെ ലംഘിച്ചുവോ? എന്നിട്ട് സ്വന്തം വാക്കിനെ മാത്രം സത്യമാക്കി ചെയ്തുവോ? ഇവിടെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു പോകുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അർജുനനും ദുര്യോധനനും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാനെ സമീപിച്ചതായിട്ടുള്ള സമയത്ത് കൃഷ്ണൻ രണ്ടുപേർക്കുമായിട്ട് പങ്കിട്ട് കൊടുക്കുന്നു തൻ്റെ ശക്തിയെ. രണ്ടുപേരോടുമായിട്ട് കൃഷ്ണൻ പ്രഖ്യാപിച്ചു, ഒരു ഭാഗത്ത് ആയുധമെടുക്കാത്ത ഞാൻ, ഒരു ഭാഗത്ത് യാദവ സൈന്യത്തിലെ ഒരു അക്ഷൗഹിണി സൈന്യം. ഇതിലേത് വേണം? അർജുനനാണ് ആദ്യം വന്നവനും ഇളയവനും.
അതുകൊണ്ട് ഞാൻ അർജുനന് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുന്നു, അദ്ദേഹം തിരഞ്ഞെടുക്കട്ടെ. മൂത്തവനായ ദുര്യോധനൻ പിന്നീട് തിരഞ്ഞെടുത്തോളൂ, അല്ലെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് വാക്കുകൊടുത്തപ്പോൾ ദുര്യോധനൻ മനസ്സുകൊണ്ട് വരിച്ചത് യാദവ സൈന്യത്തെയാണ്. കാരണം ആയുധം എടുക്കാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് തനിക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് വരിച്ചിരിക്കുകയായിരുന്നു. ഈ അർജുനൻ അബദ്ധമൊന്നും ചെയ്യരുതേ, അർജുനൻ സൈന്യത്തെ എടുത്തു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദുര്യോധനൻ. ആ ദുര്യോധനന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് തന്നെ അർജുനൻ എന്ത് ചെയ്തു? ഭഗവാനെ ആയുധമെടുക്കാത്ത ശ്രീകൃഷ്ണനെ വരിച്ചു. അർജുനനും സന്തോഷമായി, ദുര്യോധനും സന്തോഷമായി. അദ്ദേഹം സൈന്യത്തെ സ്വീകരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഞാൻ ആയുധമെടുക്കില്ല എന്ന്, അല്ലേ? എന്നാൽ മഹാഭാരത യുദ്ധത്തിൽ 3-ാം ദിവസം ഭീഷ്മ പിതാമഹൻ ദുര്യോധനനോട് വാക്കുകൊടുത്തു. അതായത് വൈകുന്നേരങ്ങളിൽ ദിവസവും യുദ്ധത്തെക്കുറിച്ച് ശിബിരത്തിൽ ചർച്ച നടക്കുമ്പോൾ ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താ കാരണം? ഭീഷ്മ പിതാമഹൻ പാണ്ഡവന്മാരോടുള്ള വാത്സല്യം കൊണ്ട് നേരാവണ്ണം യുദ്ധം ചെയ്യുന്നില്ല. അദ്ദേഹം ശരിക്കും യുദ്ധം ചെയ്താൽ എന്നോ യുദ്ധം ജയിക്കാമായിരുന്നു. അപ്പൊ പിതാമഹന്റെ യുദ്ധം പോരാ എന്ന് പറഞ്ഞ് പിതാമഹനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ശിബിരത്തിൽ രാത്രികളിൽ ദുര്യോധനൻ. ഇത് കേട്ട് ദേഷ്യം വന്നതായിട്ടുള്ള ഭീഷ്മർ ഒരു രാത്രി, 3-ാം ദിവസം രാത്രി പ്രഖ്യാപിച്ചു, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണനെ കൊണ്ട് ഞാൻ നാളെ ആയുധമെടുപ്പിക്കും, നോക്കിക്കോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ യുദ്ധത്തിൽ ഘോരമായി യുദ്ധം ചെയ്ത പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കി. അർജുനൻ പിതാമഹനോടുള്ള ബഹുമാനം അപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് കാര്യമായി പിതാമഹനോട് എതിർക്കാതെ, പിതാമഹനെ ഇത് വീഴ്ത്താതെ, അദ്ദേഹത്തിന് അനുസരിച്ച് യുദ്ധം തിരിച്ചടിക്കാതെ, യുദ്ധത്തിൽ ഇത്തിരി ഉഴപ്പുന്നുണ്ട് എന്ന് കൃഷ്ണന് മനസ്സിലായി. അങ്ങനെ അർജുനനെ തലങ്ങും വിലങ്ങും ഭീഷ്മർ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അർജുനന്റെ രഥത്തിൽ പോലും പല അപകടങ്ങളും ഉണ്ടാക്കിയപ്പോൾ അർജുനന്റെ നേരെ പാഞ്ഞു വന്ന അസ്ത്രങ്ങൾ മുഴുവൻ ശ്രീകൃഷ്ണൻ തന്റെ മാറ് കാണിച്ച് തന്റെ പടച്ചട്ടയിൽ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ തേര് വെട്ടിച്ച്, തേര് താഴ്ത്തി, തേര് ഇടത്തും വലത്തും വെട്ടിച്ചുകൊണ്ടും പല രീതിയിലും ഭീഷ്മരുടെ അസ്ത്രങ്ങളിൽ നിന്ന് അർജുനനെ ഭഗവാൻ രക്ഷിച്ചു. പക്ഷെ എന്നിട്ടും ഭീഷ്മർ വിടുന്ന മട്ടില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? രഥത്തിൽ നിന്ന് കുതിച്ച് ചാടി. രഥത്തിൽ നിന്ന് കുതിച്ചു ചാടി താഴെ കിടന്നിരുന്ന മറ്റൊരു രഥത്തിന്റെ ചക്രമെടുത്ത് അതുമായിട്ട് ഭീഷ്മ പിതാമഹന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്, അല്ലേ? ഭീഷ്മര സ്തുതിയില് ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട്. സ്വനിഗമം അപഹായ മത് പ്രതിജ്ഞാമൃതമധികർത്തും അവപ്ലുതോ രഥസ്ഥഃ എന്ന് പറഞ്ഞതായിട്ടുള്ള ആ ശ്ലോകം ഓർക്കുക. സ്വനിഗമം അപഹായ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ നിഗമത്തെ, തന്റെ വാക്കിനെ, തന്റെ നിഗമനത്തെ, തന്റെ സത്യത്തെ, നിശ്ചയത്തെ വെടിഞ്ഞുകൊണ്ട് മത് പ്രതിജ്ഞാമൃതം അധികർത്തും, എന്റെ വാക്കിനെ സത്യമാക്കാനായിക്കൊണ്ട് രഥത്തിൽ ഇരുന്ന ആള് ചാടിയിട്ട് അവപ്ലുതനായിട്ട് ധൃതരഥ ചരണോഭ്യയാ ചലദ്ഗുഹു ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ. ഒരു സിംഹം ആനയുടെ നേരെ പാഞ്ഞു വരുന്നത് പോലെ എന്റെ നേരെ പാഞ്ഞു വന്നില്ലേ, ഉത്തരീയം പറന്നു പോകുന്നത് നോക്കാതെ ആ രഥചരണവുമായിട്ട്, രഥചരണം എന്നാൽ രഥത്തിന്റെ ചരണം ചക്രമാണ്, അപ്പൊ ചക്രം കയ്യിൽ ധരിച്ചുകൊണ്ട് എന്റെ നേരെ പാഞ്ഞു വന്നില്ലേ, ആ പാർത്ഥസാരഥിക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം, ആ പാർത്ഥസാരഥി എന്റെ ഉള്ളിൽ വിളങ്ങട്ടെ എന്നാണ് ശരശയ്യിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ അവസാനം സ്തുതിച്ചത്. അതിന്റെ തത്വം എന്താണ്? ഭാഗവതാചാര്യന്മാരൊക്കെ അതിനെ വികലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഭാഗവതാചാര്യന്മാരൊക്കെ അതിനെ വികലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്.
ഭഗവാന്റെ ഭക്തവാത്സല്യം എന്നാണ് അതിൽ പറയുന്നത്. ശരിയാണ്. ഭീഷ്മരോടുള്ള വാത്സല്യം എന്നാണ് ഭീഷ്മർ പറഞ്ഞതിനെ അതുപോലെ പറയണം എല്ലാവരും. വാസ്തവത്തിൽ അത് ഭീഷ്മരോടുള്ള വാത്സല്യമല്ല, ഭീഷ്മരോടുള്ള വാത്സല്യമല്ല, അത് അർജുനൻ എന്ന ഭക്തനോടുള്ള വാത്സല്യമാണെന്ന് പറയാം. അതിനേക്കാൾ ധർമ്മത്തോടുള്ള വാത്സല്യമാണ്. ഭഗവാൻ ധർമ്മത്തോടുള്ളതായിട്ടുള്ള വാത്സല്യത്തെയാണ് കാണിക്കുന്നത്. ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് താൻ തൻ്റെ വാക്കുകൾ വെടിയും. ഈ എൻ്റെ വ്യക്തിപരമായിട്ടൊരു വാക്കിനല്ല ഇവിടെ പ്രസക്തി, ധർമ്മം പരിപാലിക്കപ്പെടണം. ഈ കൃഷ്ണൻ എന്ന വസുദേവപുത്രന്റെ വാക്ക് അത് പോട്ടെ, അതല്ല അവിടെ പ്രശ്നം. സനാതന ധർമ്മമാണ് മുഖ്യം. സനാതന ധർമ്മത്തെക്കാൾ വലുതായിട്ടൊരു വാക്കില്ല. നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രതിജ്ഞകള് ഒക്കെ സനാതന ധർമ്മ വിരുദ്ധമായാൽ ആ വാക്കിനെ വലിച്ചെറിയണം. നമ്മുടെ പ്രതിജ്ഞകൾ, നമ്മുടെ വാക്കുകൾ, ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുക്കുമ്പോൾ അത് സനാതന ധർമ്മ വിരുദ്ധമാണെങ്കിൽ ഏത് സ്വീകരിക്കണം? എപ്പോഴെങ്കിലും കോൺട്രഡിക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ വാക്കിനെ വെടിഞ്ഞ് സനാതനധർമ്മം അനുസരിക്കണം. ഇവിടെ ഈ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ കൊല്ലപ്പെടണം, അത് കാണിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അർജുന, നീ കൊന്നില്ലെങ്കിൽ നിന്റെ പിതാമഹനെ ഞാൻ കൊല്ലും. അത് മുമ്പേ ഭഗവാൻ കാണിച്ചു കൊടുത്തതാ വിശ്വരൂപ ദർശനം. ഗീത ആരംഭത്തിൽ തന്നെയാണല്ലോ വിശ്വരൂപ ദർശനവും കൊടുത്തത്. വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ പറഞ്ഞതാണ്, മയൈവൈദേ നിഹതാ പൂർവമേവ, ഇവരെല്ലാം എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ, നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമായി ഭവിച്ചാലും ഇവരൊക്കെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാലസ്വരൂപനായ ഞാൻ ഇവരുടെ മരണം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെ ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കണു. ഇനി നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രം, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്ന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഭഗവാൻ അർജുനനോട് ആജ്ഞാപിച്ചു. അതൊക്കെ ചെയ്തിട്ടും അർജുനന്റെ മനസ്സിൽ പിതാമഹന്റെ സ്ഥാനം പോയിട്ടില്ല. പിതാമഹനോട് രൂക്ഷമായി യുദ്ധം ചെയ്യുന്നില്ല, പിതാമഹനെ വധിക്കുന്നില്ല അർജുനൻ. ഇത് കണ്ടിട്ടാണ് ഭഗവാൻ, അർജുന, നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അർജുനൻ ഭഗവാന്റെ കാലിൽ ചെന്ന് വീണ്, ഭഗവാനെ, അങ്ങയുടെ വാക്ക് രക്ഷിക്കൂ, ഞാൻ കൊന്നോളാം പിതാമഹനെ, പിതാമഹന്റെ നേരെ ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് കൃഷ്ണനോട് കെഞ്ചുന്ന അർജുനനെ കാണാം. അങ്ങനെ കെഞ്ചിയിട്ടാണ് ഭഗവാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അർജുനൻ വാഗ്ദാനം ചെയ്തു ഭഗവാനോട്, ഞാൻ കൊന്നോളാമെന്ന്. അങ്ങ് വേണ്ട, അങ്ങ് കൊല്ലണ്ട, ഞാൻ ചെയ്തോളാം എന്ന് കാലിൽ പിടിച്ച് കെഞ്ചിയപ്പോഴാണ് ഭഗവാൻ പിന്തിരിഞ്ഞത്. ഇതെന്താ കാണിക്കുന്നത്? ഇവിടെയാണ് ഭഗവാൻ ധർമ്മം കാണിച്ചു തരുന്നത്, ധർമ്മത്തിന്റെ വില കാണിച്ചു തരുന്നത്. ധർമ്മത്തിന്റെ മുമ്പിൽ നമ്മൾ വ്യക്തികൾ ആരുമല്ലപ്പാ എന്ന് ഭഗവാൻ പോലും കാണിച്ചു തരികയാണ്. തൻ്റെ വാക്കിനെ പോലും വലിച്ചെറിഞ്ഞു. ഭഗവാന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് വേദവാക്കുകൾ പോലെ തന്നെ സത്യമായിട്ടുള്ള വാക്കുകളാണ്. ആ വാക്കുകളെ പോലും ഭഗവാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ചക്രമെടുത്ത് ഭീഷ്മരുടെ നേരെ പായുന്നുവെങ്കിൽ ഏതാണ് ധർമ്മം എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. ഏതാണ് മുഖ്യധർമ്മം? നമ്മുടെ വാക്ക് പാലിക്കലാണോ, സനാതനധർമ്മം പാലിക്കലാണോ? ഏതാണ് മുഖ്യധർമ്മം? നമ്മുടെ വാക്ക് പാലിക്കേണ്ടതാണ്, അത് ഗൗണധർമ്മം. സനാതനധർമ്മ വിരുദ്ധമല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ പാലിക്കണം. സനാതനധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ പാലിക്കണം. എന്നാൽ സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ അത് തല പോയാലും അത് വലിച്ചെറിയാം. അപ്പൊ ധർമ്മത്തിന്റെ വില കാണിച്ചു കൊടുത്തു ഭഗവാൻ. ഈ ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ് ആയുധമെടുത്ത കൃഷ്ണനെ ഭീഷ്മർ സ്മരിക്കുന്നുണ്ടെങ്കിൽ ഭീഷ്മർക്ക് മനസ്സിലായി തനിക്ക് തെറ്റുപറ്റി എന്ന്.
തനിക്ക് തെറ്റുപറ്റി, തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി താൻ എന്തെല്ലാം അധർമ്മം ചെയ്തു കൂട്ടി എന്ന് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഇത് കാണിച്ചു തന്ന, ഇത് പഠിപ്പിച്ച ഭഗവാനെ വണങ്ങുകയാണ് ആ സ്തുതിയിൽ. തൻ്റെ വാക്കിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ധർമ്മരക്ഷയ്ക്കായി കൊണ്ട് ആയുധമെടുത്ത ആ ഭഗവാനെ സ്തുതിക്കുന്ന ഭീഷ്മർ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയുകയും കൂടിയാണ്. എൻ്റെ വാക്കിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അധർമ്മം ചെയ്തു, എൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അധർമ്മം ചെയ്തു എന്ന് സ്വയം ഏറ്റുപറയുകയാണോ എന്ന് ചിന്തിക്കുക. അല്ലാതെ ഭീഷ്മരോടുള്ള വാത്സല്യം കൊണ്ടല്ല ഭഗവാൻ തൻ്റെ വാക്ക് വലിച്ചെറിഞ്ഞ ആയുധമെടുത്തത്, മനസ്സിലാക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മൾ പഴകിപ്പോയി. ഭീഷ്മരോടുള്ള ഭക്തവാത്സല്യം കൊണ്ട് ഭഗവാൻ തൻ്റെ വാക്ക് വലിച്ചെറിഞ്ഞ ആയുധമെടുത്തു എന്ന്. അതല്ല വാസ്തവം. മഹാഭാരതത്തിലൂടെ നോക്കുകയാണെങ്കിൽ അതല്ല വാസ്തവം. അപ്പോ ഇവിടെയും ഭീഷ്മരും തൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കെ, താൻ ദാസരാജാവിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. കാരണം സത്യവതിയിലുണ്ടായ 2 പുത്രന്മാരും മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആ വാക്കിനൊരു കാര്യവുമില്ല, ഇല്ലേ? അവർക്ക് കൊടുത്ത രാജ്യം അവർ മരിച്ച ശേഷം അനാഥമായിരിക്കുകയാണ്. അതിന് ആർക്കും വേണമെങ്കിൽ ചേരാം. അപ്പോ അമ്മ പറഞ്ഞാൽ, സത്യവതി ദേവി പറഞ്ഞാൽ അനുസരിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. സന്താനോൽപാദനമെങ്കിലും നടത്തിയിട്ട് ശരി എന്നാ അമ്മയും അമ്മയുടെ പേരക്കുട്ടികളും നോക്കിക്കോളൂ, ഇനി ഈ രാജ്യത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും വേണമെങ്കിൽ അദ്ദേഹത്തിന് വിരക്തനായി നിസ്സംഗനായി അവിടുന്ന് പോകാം. ബീജം കൊടുത്തിട്ട് ബീജദാനം ചെയ്ത് കാട്ടിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. പകരം വ്യാസൻ വരേണ്ടി വന്നു, അല്ലേ? അപ്പൊ വ്യാസനോട് സത്യവതി അത് പറഞ്ഞു ചെയ്യിക്കുന്നു. വ്യാസൻ അമ്മ പറഞ്ഞപ്പോൾ കേൾക്കാൻ തയ്യാറായി. കാരണം മാതൃദേവോഭവ. വ്യാസൻ അറിയാം അത്. വ്യാസൻ പാലിക്കുന്നു. സന്യാസിയായിട്ടും വിരക്തനായിട്ടും ഒന്നിലും താല്പര്യമില്ലാത്ത വ്യാസൻ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിനായിട്ട് വരുന്നു. ഈ സന്ദർഭത്തിൽ ഈ അംബാലികമാരോട് സത്യവതി പറയുന്നുണ്ട്, മരുമക്കളോട്, നിങ്ങൾ ഇന്ന വ്രതത്തോടുകൂടി ഈ ഒരു സന്താന ഉൽപാദനത്തിനായി കൊണ്ട് സജ്ജരായിരിക്കുക. നിങ്ങളുടെ ഭർത്തൃ സഹോദരൻ വരും എന്നാണ് പറഞ്ഞത്. അത് ധർമ്മമാണ്. അത് പ്രകാരം നിങ്ങളുടെ ഭർത്തൃ സഹോദരൻ നിങ്ങളുടെ അന്തഃപുരത്തിലേക്ക് വരും, അവരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ സ്ത്രീകൾ ആരെ കാത്തിരുന്നു? ഭർത്തൃ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ അവർ കരുതിയത് ഭീഷ്മർ എന്ന ഭർത്തൃ സഹോദരൻ വരും എന്നാണ് കരുതിയിട്ടുണ്ടാവുക. ഇതൊന്നും വ്യാസൻ തുറന്നു പറഞ്ഞിട്ടില്ല. അവർ കരുതിയ ഭർത്തൃ സഹോദരൻ ഭീഷ്മരെയാണ്. അങ്ങനെ ഭീഷ്മരെ കാത്തിരുന്നു ഈ യുവതികളായ രാജ്ഞിമാർ. പക്ഷേ അവരുടെ അടുത്തേക്ക് എത്തിയതാരായിരുന്നു? ഓരോ ദിവസം മാറിയിട്ടാണ് 2 പേരുടെ അടുത്തേക്കും പോകുന്നത്. പക്ഷെ 2 പേരും ഒരുപോലെ കരുതിയത് ഭീഷ്മർ വരുമെന്ന് കരുതിയിരുന്നു, ഭീഷ്മരെ പ്രതീക്ഷിച്ചിരുന്നു. പകരം വന്നത് ഒരു വികൃത രൂപം. വ്യാസൻ മനഃപൂർവമാണ് അവിടെ തൻ്റെ രൂപം, ചുക്കിച്ചൊളിഞ്ഞതായിട്ടുള്ള ശരീരം, ചെമ്പിച്ച മുടി, വേണമെങ്കിൽ നാറുന്നുണ്ടാവാൻ, ചിലപ്പോ വനവാസിയാണ്, സന്യാസിയാണ്, താടിക്കാരൻ, ആ രൂപത്തിലാണ് ചെല്ലുന്നത്. കാരണം തനിക്ക് യാതൊരു മമതയുമില്ല, തനിക്കുണ്ടാവാനും പാടില്ല. ഈ സ്ത്രീകളും തന്നെ കാമിക്കാൻ പാടുള്ളതല്ല. താൻ കാമദേവനായിട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊരു യജ്ഞത്തിന് പോവുകയാണ്. ഇവിടെ ഒരു പുരോഹിതന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്ക്. കാര്യം കഴിഞ്ഞ് ദക്ഷിണ വാങ്ങിച്ചു പോകുന്ന
ഒരു പുരോഹിതന്റെ സ്ഥാനമേ ഉള്ളൂ, തനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരു മമതയുമില്ല. അപ്പൊ അതുപോലൊരു വ്രതത്തിലിരിക്കേണ്ട സ്ത്രീകൾ ആ വ്രതത്തിലായിരുന്നോ, അതോ അവര് ഭീഷ്മരെ കാമിച്ചിരുന്നോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഇദ്ദേഹം അന്തഃപുരത്തിൽ എത്തിയപ്പോ അംബിക ഇദ്ദേഹത്തെ കണ്ട്, ഈ വിരൂപനായിട്ടുള്ള വ്യാസനെ കണ്ട് കണ്ണടച്ചു കളഞ്ഞു അറപ്പുകൊണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ വ്രതമില്ല എന്നർത്ഥം. ഏത് വ്രതത്തിന് വേണ്ടി അവരിരുന്നുവോ ആ വ്രതം ലംഘിച്ചു, അവരുടെ ഉള്ളിൽ കാമമുണ്ടായി എന്നാണ് അർത്ഥം. ആ കാമത്തിൽ നിന്നുണ്ടായ സന്തതിയാണ്, ആ അറപ്പിൽ നിന്നുണ്ടായ സന്തതിയാണ് ആര്? ധൃതരാഷ്ട്രർ. ഈ അമ്മ കണ്ണടച്ചതോടുകൂടി എന്തുണ്ടായി? അന്ധൻ ഉണ്ടാവുന്നു. അവരുടെ മനസ്സുപോലെ തന്നെ, അവരുടെ മനോഭാവം പോലെ തന്നെ ഉണ്ടാകുന്ന സന്തതി അന്ധനായിട്ടാണ് പിറക്കുന്നത്. അത് ആദ്യത്തെ ദിവസം ഈ അംബികയെ പ്രാപിച്ച് വ്യാസൻ അന്തഃപുരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സത്യവതീ ദേവി വ്യാസനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ കാര്യം നടന്നുവോ, എല്ലാം മര്യാദയ്ക്ക് നടക്കേണ്ട രീതിയിൽ നടന്നുവോ എന്ന് ചോദിച്ചപ്പോ വ്യാസൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നെ കണ്ടതായിട്ടുള്ള ആ അംബിക, ആ ദേവി കണ്ണടച്ചത് കൊണ്ട് ഒരു അന്ധനാണ് പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നത്. ആ വ്യാസൻ മുൻകൂട്ടി പ്രവചിച്ചു. നിസ്സംഗനായ വ്യാസൻ അത് പറയാൻ ഒരു മടിയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, അമ്മേ, അമ്മയുടെ മരുമകൾക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് ഒരു അന്ധനാണ് രാജകുമാരനായിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ധന് രാജ്യാവകാശമില്ല. അതുകൊണ്ടാണ് സത്യവതി വീണ്ടും അംബികയ്ക്ക് ശേഷം അംബാലികയെ കൊണ്ട് ഇയാളെ വീണ്ടും പ്രാപിപ്പിക്കുന്നത്. വ്യാസനെ രണ്ടാമതും അനിയത്തിയായ അംബാലികയിൽ ഗർഭം ധരിക്കാനായിക്കൊണ്ട് വീണ്ടും വ്യാസനെ കൊണ്ട് അപേക്ഷിക്കുന്നു. അതേപോലെ ഈ അംബാലികയുടെ ഉള്ളിലും വ്യാസനോട് അറപ്പുണ്ടാകുന്നു, വിളറി വെളുക്കുന്നു. വ്യാസനെ കണ്ടതായിട്ടുള്ള അന്തഃപുരത്തിൽ വ്യാസനെ കണ്ടതായിട്ടുള്ള അംബാലിക വിളറി വെളുത്തു. അത് കാരണമായിട്ട് പുറത്തു വന്നതായിട്ടുള്ള വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇവിടെയും കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവളിലുണ്ടാകുന്ന സന്തതി ഇത്തിരി പാണ്ട് കൂടുതലുള്ളവനായിരിക്കും, അമിത വെളുപ്പുള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പോഴും സത്യവതിക്ക് സങ്കടമായി. അയ്യോ, താൻ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച പോലെ ആയില്ലല്ലോ. വീണ്ടും അംബികയോട് പ്രേരിപ്പിച്ചു, ഒന്നുകൂടെ. പക്ഷെ അംബിക വഞ്ചിച്ചു. അംബിക തൻ്റെ അന്തഃപുരത്ത് തൻ്റെ ദാസിയെ വിട്ടുകൊടുത്തിട്ട് വ്യാസൻ ആ ദാസിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ ദാസി സ്ത്രീ പക്ഷേ വളരെ ഭംഗിയായിട്ട് വ്യാസനെ പൂജിച്ചു. വളരെ ഭക്തി ബഹുമാനത്തോടുകൂടെ ആ വ്യാസന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് വ്യാസനെ സ്വീകരിച്ചു. ആ ദാസി സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിദുരൻ, യോഗ്യനായ പുത്രൻ. എല്ലാ നന്മകളുടെയും ജ്ഞാനത്തിന്റെയും എന്താ പറയുക, ധർമ്മത്തിന്റെയും മൂർത്തിയായിട്ടുള്ള വിദുരൻ. അപ്പൊ ദാസിയായിട്ട് പോലും വ്യാസന്റെ മഹിമയറിഞ്ഞുകൊണ്ട് വ്യാസനെ പൂജിച്ച് സ്വീകരിച്ച് വ്യാസനിൽ നിന്ന് സന്താന ബീജം സ്വീകരിച്ചത് കൊണ്ട് ആ ദാസിക്കുണ്ടായ പുത്രൻ വിദുരൻ എന്ന് പരമയോഗ്യനായിട്ടുള്ള, വിദുരൻ എന്നാൽ വിദ്വാൻ എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥത്തിൽ ദുരയില്ലാത്തവൻ, ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ, ആസക്തിയില്ലാത്തവൻ, വിഗതമായ ദുരയോടുകൂടിയവൻ, അല്ലെങ്കിൽ മഹാപണ്ഡിതൻ, ധർമ്മമൂർത്തി, എല്ലാം തികഞ്ഞവനാണ് വിദുരൻ. അപ്പൊ ഇങ്ങനെ 3 മക്കൾ ആ വ്യാസന് ഇവിടെ ഈ അന്തഃപുരത്തിലുണ്ടായി. അംബികയിൽ
കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ എന്ന പുത്രനും അംബാലികയിൽ വിളറി വെളുത്തത് കൊണ്ടുണ്ടായ പാണ്ഡു എന്ന അമിത വെളുപ്പുള്ളതായിട്ടുള്ള പാണ്ഡുവും ദാസി സ്ത്രീയിൽ മനോഹരനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ പണ്ഡിതനായ ശക്തനായ ക്ഷത്രിയ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ, കാരണം വ്യാസന്റെ ഉള്ളിലെ സങ്കല്പം നല്ലൊരു ക്ഷത്രിയ കുമാരൻ ഉണ്ടാകണം എന്നാണ്. ഈ സിംഹാസനത്തിൽ യോഗ്യനായിട്ടിരിക്കാനുള്ള ഒരു ഉത്തമ ക്ഷത്രിയൻ ഉണ്ടാവണം എന്ന സങ്കല്പ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടായിരിക്കും വ്യാസൻ ആ ദാസി സ്ത്രീയെ പ്രാപിച്ചിട്ടുണ്ടാവുക. ആ മന്ത്രശക്തി കൊണ്ടുണ്ടായിട്ടുള്ള സന്തതിയാണ് വിതുരൻ. ഇതൊക്കെ മന്ത്രമാണ്. ഗർഭാധാനം എന്നുള്ള ആ സന്ദർഭത്തിൽ മന്ത്രങ്ങളുണ്ട് ചൊല്ലാൻ. അതൊരു സംസ്കാരമാണ്. ഉത്തമ സന്തതികൾ ഉണ്ടാവാൻ ഇന്നിന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ ഈശ്വര പ്രാർത്ഥനയോടെ ഹോമം ചെയ്തുകൊണ്ട് കാരണവന്മാരുടെയും ദേവന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഗർഭാധാനം എന്ന സംസ്കാരം. അതുപോലെ വിധിപ്രകാരം ചെയ്ത ഒരാള്, അതാണ് ദാസി. അത് വ്യാസന്റെ മന്ത്രങ്ങൾ അത് വേണ്ടതുപോലെ ഉത്തമ പാത്രത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ട് വ്യാസന്റെ ബീജത്തിൽ നിന്ന് വിതുരൻ എന്ന യോഗ്യനായിട്ടുള്ള പുത്രനുണ്ടായി. അതാണ് 3 സഹോദരന്മാർ, ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും. ഇനി ഇവർ വളർന്നു വരുന്നു. അവരുടെ ചെറുപ്പമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർ വളർന്നു വരുന്നു. അവർ വളർന്നു വരുന്നത് വരെയും ആരാ രാജ്യം ഭരിക്കുന്നത്? ഭീഷ്മർ തന്നെയാണ്. അവർ വളർന്നു വരുമ്പോൾ ധൃതരാഷ്ട്രൻ കണ്ണു കാണാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല, രാജധർമ്മം അനുവദിക്കുന്നില്ല. കാരണം എന്താണ്? പ്രജാക്ഷേമം നോക്കണമെങ്കിൽ രാജാവ് എല്ലാം തികഞ്ഞ ആളായിരിക്കണം. സ്വയം കണ്ണു കാണാത്തതായിട്ടുള്ള അവശനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ട ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രജകളുടെ കാര്യം നോക്കിക്കാണാൻ പറ്റും? പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ പറ്റുമോ? അദ്ദേഹത്തിന് സ്വന്തം കാര്യം നടത്താൻ കഴിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് ധൃതരാഷ്ട്രൻ അല്ലെങ്കിൽ കണ്ണു കാണാത്ത അന്ധൻ ഒരിക്കലും രാജസിംഹാസനത്തിന്റെ 7 അയലത്തിരിക്കാൻ അർഹനല്ല എന്ന് രാജധർമ്മം സ്വർണലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാജധർമ്മം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന വൈകല്യങ്ങളുള്ളവർ രാജാവായി കൂടാ എന്ന്. അപ്പൊ അതനുസരിച്ചുകൊണ്ടാണ് ആദ്യം ധൃതരാഷ്ട്രരെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി പിന്നീട് പാണ്ഡുവിനെ യുവരാജാവാക്കി വാഴിക്കുന്നത്. പിന്നീട് പാണ്ഡു തൻ്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് രാജാവായി വരുന്നു. പാണ്ഡു ശക്തനായിരുന്നു. പാണ്ഡു ദിഗ്വിജയം നടത്തുന്നു. ലോകം മുഴുവൻ കീഴടക്കുന്നുണ്ട്. മഹാനാണ്, ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ ഹസ്തിനപുര സാമ്രാജ്യം വിപുലമായത്. പാണ്ഡുവിൻ്റെ കാലത്താണ്, പാണ്ഡു രാജാവായിരിക്കുമ്പോഴാണ് എല്ലായിടത്തും ദിഗ്വിജയം നടത്തി അദ്ദേഹം ഹസ്തിനപുര സാമ്രാജ്യത്തിൻ്റെ കൊടി എല്ലായിടത്തും എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹസ്തിനപുര സാമ്രാജ്യത്തിൻ്റെ സിംഹാസനം പാണ്ഡുവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന കുട്ടികൾക്ക് അതിലോട് കൂടുതൽ റൈറ്റുണ്ട്, അവകാശമുണ്ട്. ദായക്രമത്തിൽ അവകാശമുണ്ട്. യോഗ്യത തെളിയിച്ചാൽ അവർക്ക് അതിലെ അവകാശികളാവുകയും ചെയ്യാം. കാരണം പാണ്ഡു വികസിപ്പിച്ച സാമ്രാജ്യമാണ് ഹസ്തിനപുര സാമ്രാജ്യം. പാണ്ഡുവിന്റെ ദിഗ്വിജയമൊക്കെ വളരെ വിസ്തരിച്ച ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാണ്ഡു ദിഗ്വിജയം നടത്തുമ്പോഴും രാജ്യഭാരം നടത്താൻ ഏൽപ്പിച്ചത് മന്ത്രിയായിരുന്ന വിതുരനെയായിരുന്നു. പ്രധാനമന്ത്രിയായി വിതുരനായിരുന്നു. ആ വിതുരനെ കൊണ്ടാണ് പാണ്ഡു കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. കാരണം വിതുരൻ വളരെ വിശ്വസ്തനും എല്ലാറ്റിലും എന്താ പറയുക, ക്ലിയർ കട്ടായിട്ടുള്ള ബോധമുള്ള ആള്, നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ആള്. കാരണം ഈ വിതുരൻ ആരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിവുള്ളവർക്കറിയാം, സാക്ഷാൽ യമധർമ്മ രാജാവാണ് വിതുരനായിട്ട് വന്നിട്ടുള്ളത്. യമധർമ്മ രാജാവ്
ചെയ്യാത്ത തെറ്റിന് അണിമാണ്ഡവ്യൻ എന്ന ഋഷിയാൽ ശപിക്കപ്പെട്ട് മനുഷ്യ ജന്മമെടുത്ത ആളാണ് വിതുരൻ. അപ്പൊ യമധർമ്മ രാജാവിനെ പോലെ ഒരു ഉത്തമ ഭരണാധികാരി വേറെയുണ്ടോ? ദണ്ഡധരൻ എന്നാണ് യമധർമ്മനെ പറയുക. ഒരു തരത്തിലുള്ളതായിട്ടുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ തൻ്റെ ഉത്തരവാദിത്വം നടത്തുന്ന ഭരണശ്രേഷ്ഠനാണ് യമധർമ്മ രാജാവ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരാളുടെയും മുഖം നോക്കാതെ, കൃത്യനിഷ്ഠയോടുകൂടെ എല്ലായിടത്തും എത്തേണ്ടിടത്തൊക്കെ കൃത്യമായി എത്തിക്കൊണ്ട് തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്ന, എല്ലാ നിയമങ്ങളും അറിയുന്ന ധർമ്മജ്ഞനായ ധർമ്മരാജാവ്, അതാണ് യമധർമ്മൻ. അപ്പൊ ഭരണത്തിൽ യമധർമ്മനെ കഴിച്ചിട്ടല്ലേ ലോകത്തിൽ ആരെങ്കിലും ഉള്ളൂ? ചിന്തിക്കുക. ആ യമധർമ്മന്റെ അവതാരമാണ്, പുനർജന്മമാണ് വിതുരൻ എന്ന് പറഞ്ഞാൽ ഭരണത്തിന് വിതുരനെ പോലെ വേറൊരു യോഗ്യൻ ആരാണുള്ളത്? രാജ്യം ഭരിക്കാൻ വിതുരനെ കഴിച്ചിട്ടേ ഉള്ളൂ കഴിവുള്ളവർ വേറെ. എല്ലാം തികഞ്ഞ വിതുരൻ, വിദ്വാൻ, നിസ്സംഗൻ, നിർമ്മമൻ, പണ്ഡിതൻ, എല്ലാം തികഞ്ഞ ശക്തനാണ്, ആയുധധാരിയാണ് അദ്ദേഹം എപ്പോഴും. അദ്ദേഹത്തെ ഭാഗവതത്തിലും ഭാരതത്തിലും പറയുന്ന പേര് തന്നെ ക്ഷത്ത എന്നാണ്. ക്ഷത്താവ്, ക്ഷത്താവ്, ക്ഷത്താവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ക്ഷത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷത്രിയൻ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ ക്ഷത്രിയ യോഗ്യതകളാണ്. ഉത്തമ ക്ഷത്രിയന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആളാണ് വിതുരൻ. അതുകൊണ്ട് തന്നെ പാണ്ഡുവിനേക്കാൾ യോഗ്യനായിരുന്നു വിതുരൻ. പക്ഷേ പാണ്ഡുവിനെയാണ് ആദ്യം രാജാവാക്കിയത്. പാണ്ഡുവിന്റെ പ്രധാനമന്ത്രിയായി വിതുരൻ, വിശ്വസ്തനായി നന്നായി ഭരണം നടത്തി. ആ വിതുരന്റെ ഭരണം കൊണ്ട് രാജ്യം വളരെയധികം അഭിവൃദ്ധിയെ പ്രാപിച്ചു. പാണ്ഡു ദിഗ്വിജയം നടത്തിക്കൊണ്ട് ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോൾ നായാട്ടിന് പോയി. പാണ്ഡുവിന് വിശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടി. അങ്ങനെ ഒരിക്കൽ നായാട്ടിന് പോയ പാണ്ഡു ഒരു ഋഷി ദമ്പതികൾ, ഒരു മുനി ദമ്പതികൾ മാനിന്റെ രൂപമെടുത്തുകൊണ്ട് ദാമ്പത്യ ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ മാനുകളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. അധർമ്മം ചെയ്തു. പാണ്ഡു ചെയ്ത അധർമ്മം. നായാട്ടിലാണെങ്കിലും നിയമങ്ങളുണ്ട്. മൃഗയാ വിനോദം ഒരു രാജാവിന് വല്ലാതെ വീക്ക്നെസ് ആവാൻ പാടില്ല. മൃഗയാ വിനോദം അനുവദിച്ചിട്ടുള്ളത് രാജാവിന്റെ കൈക്കരുത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. രാജാക്കന്മാർക്ക് നായാട്ട് അനുവദനീയമാണ്. ക്രൂരമൃഗങ്ങളെ മാത്രമേ കൊല്ലാവൂ. അഥവാ ഭക്ഷിക്കാൻ വേണ്ടി മാനോ മുയലുകളോ പന്നികളോ കൊല്ലുകയാണെങ്കിലും അത് ശക്തരായിട്ടുള്ള മൃഗങ്ങളെ വേണം കൊല്ലാൻ. ഓടുന്ന മൃഗങ്ങളെ വേണം അസ്ത്രം എയ്യാൻ. അത് അവരുടെ കഴിവ് വികസിക്കാൻ വേണ്ടിയാണ്, അവരുടെ കൈക്കരുത്ത് കൂട്ടാൻ വേണ്ടിയാണ്, അവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, കൈത്തരുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അറപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ക്ഷത്രിയന്മാർക്ക് ആയുധം പ്രയോഗിക്കുന്നതിൽ ഒരിക്കലും അറപ്പുണ്ടാകാൻ പാടുള്ളതല്ല, മടിയുണ്ടാവാൻ പാടുള്ളതല്ല. അവർക്ക് രക്തം മതിയാവോളം കണ്ടു ശീലിക്കണം. രക്തം കണ്ടു ശീലിച്ചാലേ അവർക്ക് ശത്രുവിന്റെ നേരെ വേണ്ടി വന്നാൽ ഏത് ആയുധവും പ്രയോഗിക്കാനുള്ള മനക്കരുത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് നായാട്ട് അനുവദിച്ചിട്ടുള്ളതാണ്. അതിന് നിയമങ്ങളുണ്ട്. ഗർഭിണികളായ മൃഗങ്ങളെ ആക്രമിച്ചുകൂടാ, കുട്ടികളെ ആക്രമിച്ചുകൂടാ, വയസ്സായ മൃഗങ്ങളെ ആക്രമിച്ചുകൂടാ, ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൃഗങ്ങളെ ആക്രമിച്ചുകൂടാ. ഇവിടെ അതാണ് സംഭവിച്ചത്. ദാമ്പത്യ രസത്തിൽ മുഴുകിയിരുന്ന മാനിന്റെ ആകൃതിയിലുണ്ടായിരുന്ന ആ മുനി ദമ്പതിമാരിൽ ഒന്നിനെ, ആ പെൺമാനിനെ എയ്ത് വീഴ്ത്തി. അപ്പോഴാണ് മറ്റേ
ആൺമാനായിരുന്ന മുനി പാണ്ഡുവിനെ ശപിച്ചത് നീയും ദാമ്പത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നിനക്ക് മരണം സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ സ്ത്രീ സംഘം നിഷിദ്ധമായി ആർക്ക്? പാണ്ഡുവിന്. പക്ഷെ അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിലേക്ക് വരണം. വിവാഹം പറഞ്ഞിട്ട് വേണം ഇവിടേക്ക് പോകാനായിക്കൊണ്ട്. പക്ഷെ പാണ്ഡുവിന് പറ്റിയ അധർമ്മം, അപരാധം അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ പാണ്ഡുവിനേക്കാൾ യോഗ്യനാണ് വിതുരൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പാണ്ഡു ഒരു കാമി കൂടിയാണ്. പാണ്ഡുവിന്റെ മനസ്സിൽ ഒരു കാമത്തിന്റെ പാരവശ്യമുണ്ട്, അധർമ്മത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ദാമ്പത്യത്തിലുള്ളതായിട്ടുള്ള മാനിനെ എയ്ത് വീഴ്ത്തിയത്. ഇതിനേക്കാൾ ഈ പാണ്ഡുവിനേക്കാൾ എത്രയോ യോഗ്യനായിരുന്നു എല്ലാം തികഞ്ഞ വിതുരൻ. ആ വിതുരനെ വേണമെങ്കിൽ രാജാവാക്കാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് ആര് മനസ്സിരുത്തിയാൽ മതിയായിരുന്നു? പണ്ഡിതനായ ഭീഷ്മർ ഒരഭിപ്രായം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ 3 മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഈ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യൻ വിതുരനാണ് എന്ന് ഭീഷ്മൻ ഒന്ന് സദസ്സിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, പ്രജകളോട് പറഞ്ഞിരുന്നെങ്കിൽ, പ്രജകൾ 100 കയ്യും നീട്ടി സ്വാഗതം ചെയ്തേനെ. ചിന്തിക്കുക, ഭീഷ്മരുടെ ഒരു വാക്ക് മതിയായിരുന്നു. ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ മതിയായിരുന്നു. രാജധർമ്മങ്ങളെ കുറിച്ച് ശരശയ്യയിൽ കിടന്ന് പ്രസംഗിച്ചുവല്ലോ അദ്ദേഹം, അത് ഇവിടെ അദ്ദേഹം വിളമ്പിയാൽ മതിയായിരുന്നു. ഇതാണ് രാജധർമ്മം. നമ്മുടെ പിതാമഹന്മാർ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വംശം ഭരതവംശമാണല്ലോ. ആ ഭരത രാജാവ് ചെയ്തിട്ടുള്ളത് തൻ്റെ 9 മക്കള് ഉണ്ടായിരുന്നപ്പോൾ അവരെ നിഷേധിച്ചിട്ട് പുറത്തുനിന്നൊരു യാഗത്തിലൂടെ ഉണ്ടായ സന്തതിയെ രാജാവാക്കി വാഴിച്ച പരമ്പരയാണ് നമ്മുടേത്. അപ്പൊ ഇവിടെ യോഗ്യനായിരിക്കുന്ന ആള്, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ പണ്ഡിതനായിട്ടുള്ള ഒരാള് വിതുരനാണ്. ഇദ്ദേഹം രാജാവായാൽ നമുക്ക് ഈ രാജ്യത്തിന് എല്ലാ ശ്രേയസ്സും ഉണ്ടാകും എന്ന് ഭീഷ്മർ പറഞ്ഞിരുന്നെങ്കിൽ വിതുരൻ രാജാവായേനെ. പോട്ടെ, പാണ്ഡു രാജാവായിരിക്കട്ടെ, വലിയ കുഴപ്പക്കാരനല്ല ധൃതരാഷ്ട്രനെ അപേക്ഷിച്ച്. നമുക്ക് ഇവരുടെ വിവാഹ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ 3 രാജകുമാരന്മാരും വിവാഹപ്രായമായപ്പോൾ അവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്നതും ഭീഷ്മർ തന്നെയാണ്. സ്വയം വിവാഹം കഴിക്കില്ല എന്നേ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. നാട്ടുകാർക്കൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് മൂപ്പർ തന്നെയാണ്. അപ്പോ മൂത്ത പുത്രനായിട്ടുള്ള ധൃതരാഷ്ട്രന് കണ്ണുപൊട്ടനായതുകൊണ്ട് രാജകുമാരിമാരാരും തന്നെ പെൺകുട്ടികളെ കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അപ്പോഴാണ് ഭീഷ്മർ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി, ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാര ദേശത്തേക്ക് ദൂതനെ അയക്കുന്നത്. ഗാന്ധാര ദേശത്തെ രാജകുമാരിയായ സുബലന്റെ സഹോദരിയായ ശകുനിയുടെ സഹോദരിയായ സുബലന്റെ പുത്രിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് സന്ദേശം, ഭീഷ്മരുടെ സന്ദേശം ദൂതൻ ഗാന്ധാര ദേശത്തേക്ക് കൊണ്ടുപോകുന്നതും, ആ ദേശത്ത് ഭീഷ്മരുടെ സന്ദേശം എത്തിയപ്പോൾ അവരെല്ലാം ദുഃഖിതരാവുന്നു. അവിടെയുള്ള പ്രജകളാവട്ടെ, പ്രകൃതികളാവട്ടെ, രാജാവാകട്ടെ, രാജ്ഞിയാകട്ടെ, ബാക്കി എല്ലാവരും വിഷമിക്കുന്നു. കാരണം തങ്ങളുടെ രാജകുമാരിയെ രാജ്യാവകാശമില്ലാത്തൊരു കണ്ണുപൊട്ടന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സുന്ദരിയായ ധർമ്മബോധമുള്ളവളായ ആ കുമാരിയെ, രാജകുമാരിയെ, ഗാന്ധാരിയെ ഇതുപോലൊരു കണ്ണുപൊട്ടന്, രാജ്യാവകാശമില്ലാത്തൊരു കണ്ണുപൊട്ടന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജവംശത്തിൽ പിറന്നവർക്ക് സമ്മതമായിരിക്കുമോ? ചിന്തിക്കുക. അവരെത്ര
വേദനിച്ചു കാണും. അവർ വല്ലാതെ വേദനിച്ചു, അവർ വല്ലാതെ ചർച്ച ചെയ്തു, അവരെല്ലാം വിഷമിച്ചു. പക്ഷേ ഭീഷ്മരുടെ ആജ്ഞയെ ധിക്കരിച്ചാൽ, മുമ്പ് അനുഭവമുണ്ട്, കാശിരാജാവിൻ്റെ 3 കന്യകമാരെ ശക്തമായി ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയ ആളാണ് ഭീഷ്മർ. അങ്ങേരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യുദ്ധം വേണ്ടി വരും. യുദ്ധം ഉണ്ടായാൽ ഈ ഗാന്ധാര രാജ്യം മുഴുവൻ നശിക്കും. അത്ര ശക്തനാണ് ഭീഷ്മർ. ഈ പ്രജകളൊക്കെ നശിക്കും. എല്ലാവർക്കും എന്താ പറയുക, മരണം സംഭവിക്കും. എല്ലാവരും ഭയപ്പെട്ടു. ഗാന്ധാരിയെ കൊടുത്തില്ലെങ്കിൽ ഭീഷ്മരുടെ കൈത്തരിപ്പിന്റെ ചൂടറിയാം, ഭീഷ്മരുടെ അസ്ത്രങ്ങളുടെ മൂർച്ചയറിയാം, രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാകും. വിഷമിച്ചു. ഈ സന്ദർഭത്തിൽ ഗാന്ധാരി സ്വയം ബലിയാടാവുകയായിരുന്നു. ഗാന്ധാരി രാജ്യത്തിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഗാന്ധാരി അച്ഛനോടും അമ്മയോടും ബാക്കിയുള്ളവരോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഈ പ്രജകളെ മുഴുവൻ കുരുതി കൊടുക്കരുത്. ഞാൻ ഒരാളല്ലേ കഷ്ടപ്പെടേണ്ടി വരുള്ളൂ, ഞാൻ സഹിച്ചോളാം. ആ ഒരു വാശി ഉള്ളിലുണ്ടായിരുന്നു ഗാന്ധാരിയുടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വാശി കൊണ്ടായിരിക്കാം കണ്ണു കാണാത്ത ഭർത്താവിനെ കണ്ണായിരിക്കേണ്ട ഭാര്യ, അതാണ് പാതിവ്രത്യം. പാതിവ്രത്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് കണ്ണ് കാണില്ലെങ്കിൽ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭർത്താവിന്റെ കണ്ണായി ഭർത്താവിനെ കൈപിടിച്ച് നടക്കേണ്ടവളാണ് ഭാര്യ. അതാണ് പാതിവ്രത്യം. പക്ഷേ എങ്ങനെയാണ് അവര് ഒരു വ്രതം സ്വീകരിച്ചത്? സ്വയം കണ്ണു കെട്ടിക്കൊണ്ട്. ഒരു പ്രതികാരമാണത്. വ്യാസൻ അതൊന്നും പ്രത്യക്ഷമായി പറഞ്ഞിട്ടുണ്ടാവില്ല, വ്യംഗ്യമായിട്ടേ പറഞ്ഞുള്ളൂ. പക്ഷേ ഗാന്ധാരിയുടെ പ്രതികാരമാണത്. തൻ്റെ ഭർത്താവിന് കണ്ണില്ലെങ്കിൽ എനിക്കും കണ്ണു വേണ്ട എന്ന് പറഞ്ഞു വലിയ ത്യാഗം ചെയ്തു എന്നാണ് വാസ്തവത്തിൽ പുറത്തേക്ക് പറയുക. ഇവിടെ ത്യാഗത്തിനേക്കാൾ ഒരു പ്രതികാരമാണ് അവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ ധൃതരാഷ്ട്രയെ ശുശ്രൂഷിക്കേണ്ട ഗാന്ധാരി ഇപ്പൊ സ്വയം മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് പാത്രമാവുകയാണ്. അവർക്കും കണ്ണു കാണില്ല, അവർക്കും മറ്റുള്ളവരുടെ സഹായം വേണം. പരസഹായമില്ലാതെ നടക്കാൻ പറ്റില്ല. ഒരു കാര്യവും പരസഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ണ് വലിച്ചടച്ചിരിക്കുകയാണ്, കണ്ണ് പൂട്ടിയിരിക്കുകയാണ്, കണ്ണ് കെട്ടി. ആ കണ്ണ് കെട്ടിയിട്ടാണ് ഒരു ബലിയാടിനെ പോലെ, ബലിമൃഗത്തെ പോലെ ഗാന്ധാരി ഈ ഹസ്തിനപുര സാമ്രാജ്യത്തിലേക്ക് മരുമകളായിട്ട് വരുന്നത്. അപ്പൊ ഒരു പ്രതികാരമായിരുന്നില്ലേ, ഒരു സ്ത്രീയുടെ വാശിയായിരുന്നില്ലേ? ചിന്തിക്കുക. നിങ്ങൾ സ്ത്രീകളുണ്ടല്ലോ, നിങ്ങളും ഗാന്ധാരിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഗാന്ധാരി ചെയ്തതിലും തെറ്റുണ്ടോ എന്ന് ചിന്തിക്കുക. ആ ഗാന്ധാരിയുടെ സഹോദരനാണ് ശകുനി. ആ ശകുനി അപ്പോൾ പ്രതിജ്ഞ ചെയ്തു, എന്റെ സഹോദരിക്ക് ഈ ഗതി വരുത്തിയ ഈ ഭീഷ്മരുടെ വംശത്തെ ഞാൻ മുടിക്കും. എന്റെ സഹോദരിക്ക് ഈ ഗതി വരുത്തിയ എന്റെ സഹോദരിക്ക് ഇങ്ങനെ കണ്ണു കാണാത്ത ഒരുത്തനെ പിടിച്ച് കെട്ടി നിർബന്ധിച്ച ആ ഭീഷ്മനാണ് അതിന് കാരണക്കാരൻ. ആ ഭീഷ്മന്റെ വംശത്തെ ഞാൻ മുടിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ശകുനി ഇവിടെ വന്ന് താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. തെറ്റാണ് സ്വാമിജി പറഞ്ഞത്. എന്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചെയ്തത് തെറ്റാണോ, ഞാൻ പറഞ്ഞത് തെറ്റാണോ ഒന്നും മനസ്സിലായില്ല. പോട്ടെ. കഥയിൽ എഴുതിയിരിക്കുന്നത് വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചോളൂ, അത് അവിടെ കിട്ടും. അത് ഞാനും വായിച്ചിട്ടുള്ളതാ. പക്ഷെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്, വരികളുടെ ഇടയിൽ വായിച്ചെടുക്കേണ്ടതാണ് ഞാൻ വായിക്കുന്നത്. വരികളുടെ ഇടയിൽ വായിച്ചെടുക്കേണ്ടതാണ് നമ്മൾ വായിക്കേണ്ടത്. ശകുനി ഈ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വ്രതമെടുത്തു വന്നത്. അദ്ദേഹത്തിന് ദുര്യോധനൻ എന്ന മരുമകനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മരുമകനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അദ്ദേഹം ക്ഷത്രിയനാണ്. അപ്പൊ ശക്തിയില്ലാത്ത
ശക്തിയില്ലാത്ത രാജാക്കന്മാർ എന്ത് ചെയ്യാൻ പറ്റും? ഭീഷ്മരെ പോലൊരു ശക്തനോട് എങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റും? ചതിയിലൂടെയേ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആ ഗാന്ധാര രാജകുമാരനായ യുവരാജാവായ ശകുനി പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് വരുന്നു. ഇവിടെ തന്നെ പലപ്പോഴും താമസം. അദ്ദേഹം സഹോദരിയുടെ കൂടെ പോന്നു എന്ന് പറയാം. മരുമക്കളുടെ അമ്മാവനായിട്ട് മരുമക്കളെ ഉപദേശിച്ചുകൊണ്ട്. ചിന്തിക്കുക. അങ്ങനെ ഭീഷ്മ പിതാമഹൻ സ്വയം വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഒരു വിവാഹം കഴിപ്പിച്ചതിന്റെ ദോഷമാണ് ഇവിടെ കാണുന്നത്. ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഇയാൾക്ക് തലയിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വയം കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ഒരാള് അതിൽ തലയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ തലയിട്ടത് എന്തായി? ഈ കോലത്തിലായി. ഇനി മറ്റൊരു വിവാഹം, പാണ്ഡുവിന്റെ വിവാഹം. പാണ്ഡു ആദ്യം വിവാഹം കഴിച്ചത് കുന്തി എന്ന കന്യകയാണ്. കുന്തി ഭോജൻ എന്ന രാജാവിന്റെ മകളാണ് കുന്തി, വളർത്തുമകളാണ്. ആരാണ് ഈ കുന്തി? വാസ്തവത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ സ്വന്തം സഹോദരിയാണ്, അനുജത്തിയാണ്. പൃഥ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കന്യക. ശൂരസേനന്റെ മകളായിരുന്നു. ശൂരസേന രാജാവിന്റെ മകളായിരുന്നു. ആ ശൂരസേനന്റെ കൂട്ടുകാരനാണ് കുന്തിഭോജൻ എന്ന രാജാവ്. ആ കുന്തിഭോജന് മക്കളില്ലാതിരുന്നപ്പോൾ കുന്തിഭോജൻ ശൂരസേനനോട്, നിന്റെ മക്കളിൽ അനേക മക്കളുണ്ട് ശൂരസേനന്, വസുദേവരും സഹോദരിമാരുമായിട്ട് അനേക പേരുണ്ട്, അപ്പൊ അതിൽ ഒന്നിനെ എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ കുന്തിഭോജന് വളർത്താൻ കൊടുത്ത കുട്ടിയാണ് പൃഥ. ആ പൃഥയെ കുന്തിഭോജൻ വളർത്തിയപ്പോൾ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കുന്തിദേവിയെയാണ് ആദ്യം പാണ്ഡു വിവാഹം കഴിച്ചത്. അത് മതിയായിരുന്നു. പാണ്ഡു അതിൽ സന്തുഷ്ടനായിരുന്നു. പാണ്ഡുവിന് രണ്ടാമതൊരു വിവാഹത്തിന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പാണ്ഡു ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് രണ്ടാമതൊരു വിവാഹം വേണമെന്ന്. പക്ഷേ നമ്മുടെ ഭീഷ്മ പിതാമഹന് തോന്നി പോരാ എന്ന്. അങ്ങനെയാണ് പാണ്ഡുവിന് വേണ്ടി രണ്ടാമതൊരു വിവാഹാലോചന. അതെവിടുന്ന്? മാദ്രദേശത്ത് നിന്ന്. മാദ്രി എന്ന കന്യകയെ പാണ്ഡുവിന് വിവാഹം കഴിക്കാനായിക്കൊണ്ട് ഭീഷ്മ പിതാമഹൻ തന്നെ ഒരു യാത്ര പോകുന്നു. മാദ്രദേശത്ത് ചെന്ന് പാണ്ഡുവിന് വേണ്ടി മാദ്രി എന്ന കന്യകയെ രണ്ടാമത്തെ ഭാര്യയായിട്ട് കിട്ടാനായിട്ട് ആ രാജ്യത്ത് ചെന്ന് സ്വയം ഭീഷ്മ പിതാമഹൻ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ആ മാദ്ര രാജാവ് ഭീഷ്മരോട് പറയുന്നു, നിങ്ങൾ എത്ര വലിയ ആൾക്കാരാണ്, ഹസ്തിനപുര സാമ്രാജ്യം എത്ര വലിയ സാമ്രാജ്യം, ഞങ്ങളൊരു ചെറിയ പ്രാദേശിക എന്താ പറയുക, ചെറിയ പ്രഭുക്കൾ മാത്രം, ഞങ്ങൾക്ക് വലിയ പദവിയും വലിയ ധനവുമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം ശോഭിക്കുകയില്ല. അഥവാ ഈ മാദ്രിയെ അങ്ങോട്ട് തരണമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഭൂമിയും ധനങ്ങളും സൈന്യവും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്ന് ഞങ്ങളെയും നിങ്ങൾക്ക് ഏകദേശം ഒരു സമന്മാരാക്കി തീർക്കണം. വിവാഹം സമന്മാർ തമ്മിലാണ് ശോഭിക്കുക. അതുകൊണ്ട് കുറച്ച് ഭൂമിയും കുറച്ച് ധനവും കുറച്ച് സൈന്യവും ഒക്കെ ഇങ്ങോട്ട് തരൂ വിലയായിട്ട്. കന്യാശുൽക്കം, കന്യകയ്ക്കുള്ള ശുൽക്കം. ശുൽക്കം എന്നാൽ വില. അപ്പോ മാദ്രിയെ അങ്ങോട്ട് തരണമെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് ഭൂമിയും ധനവുമൊക്കെ തരണമെന്ന് വില ചോദിച്ചു. അങ്ങനെ ഭീഷ്മർ അത് സമ്മതിച്ച് ഈ ഹസ്തിനപുര സാമ്രാജ്യത്തു നിന്ന് കുറെ ഭൂപ്രദേശങ്ങളും കുറെ സൈന്യവും കുറെ ധനവുമൊക്കെ കൊടുത്തിട്ടാണ് ഈ മാദ്രി എന്ന വിനയെ വിലയ്ക്ക് വാങ്ങിച്ചത്. അപ്പൊ വിലയ്ക്ക് വാങ്ങിയ വിനയാണ് മാദ്രി. വിലയ്ക്ക് വാങ്ങിയ വിനയാണ് മാദ്രി. തിരിച്ചറിയുക. അപകടത്തെ കാശ് കൊടുത്ത് വാങ്ങിച്ചു. വല്ല ആവശ്യമുണ്ടായിരുന്നോ ഈ ഭീഷ്മർക്ക്? ഭീഷ്മരാണ് ഇതൊക്കെ നടത്തിയത്.
വസിഷ്ഠ ശാപമുണ്ട്, സ്ത്രീകളുമായിട്ടൊരു സംഘവും ഉണ്ടാവരുത് എന്ന്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് എത്ര വിവാഹങ്ങളിൽ അദ്ദേഹം തലയിടുന്നു നോക്കൂ. അദ്ദേഹം തലയിട്ട ഏതെങ്കിലും വിവാഹങ്ങൾ മംഗളമായോ നോക്കൂ, ശുഭമായോ നോക്കൂ. വിചിത്രവീര്യന്റെ വിവാഹമാകട്ടെ, ധൃതരാഷ്ട്രന്റെ വിവാഹമാകട്ടെ, പാണ്ഡുവിന്റെ ഈ മാദ്രിയുടെ വിവാഹമാകട്ടെ, ഈ മാദ്രി കാരണമായിട്ടല്ലേ പാണ്ഡു മരിക്കുന്നത്? നീ ചിന്തിക്കുക. അപ്പൊ നമുക്ക് കഥ നാളെ തുടരാം. ഇപ്പൊ 3 പേരുടെയും, വിതുരനും ഉചിതമായിട്ടുള്ള രീതിയിൽ രാജകുമാരിയൊന്നുമല്ല, അതുപോലെയുള്ളതായിട്ടുള്ള ഒരു ദാസീപുത്രൻ എന്ന് വിതുരനെ വിളിച്ചു. ഇവരെല്ലാം അതിനനുസരിച്ചിട്ടുള്ളൊരു വിവാഹബന്ധം മാത്രമാണ് വിതുരന് ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തെ അംഗീകരിച്ചില്ല രാജകുമാരനായിട്ട്, സിംഹാസനത്തിന്റെ അധികാരിയായി അവകാശിയാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെ ദാസീപുത്രൻ എന്ന് എല്ലാവരും വിളിച്ചു. അതാണ് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ലംഘനം. അപ്പൊ കഥ നമുക്ക് നാളെ തുടരാം, സമയം വൈകി. ഇപ്പൊ വിവാഹം കഴിഞ്ഞു, ഇനി മക്കളുണ്ടാവുന്ന കാര്യം നാളെ കാണാം. അതിനുശേഷം ഉണ്ടാവുന്ന കഥകളൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പൊ എവിടെ വീഴ്ച വരുന്നു എന്ന് നമ്മൾ നോക്കുക. കഥയിലുടനീളം വീഴ്ചകൾ കാണാം. ഈ വീഴ്ചകളൊക്കെ ആർക്ക് പറ്റിയതാണ് എന്ന് നോക്കുക. ആരാണ് ഈ വീഴ്ചകളുടെയൊക്കെ രക്ഷകനായിരിക്കുന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കഥാപാത്രം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഈ മഹാഭാരതം ഒരു പക്ഷത്ത് ഭീഷ്മരുടെ കഥയാണ്. ഭീഷ്മ വേഴ്സസ് ധർമ്മ. ചിന്തിക്കുക. നമുക്ക് നാളെ കാണാം, നാളെ തുടരാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.